നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇതുപോലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ലേ നിങ്ങൾ? യെസ്, അവരുടെ മുഖം വരച്ച് അവർക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാൻ അത് നിങ്ങൾക്ക് തന്നെ വരക്കാൻ കഴിഞ്ഞാലോ? അതാണ് ഇവിടെ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ വെൽക്കം ടു ദ ട്യൂട്ടോറിയൽ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 140 GSM ഉള്ള ഒരു പേപ്പർ, പിന്നെ HB 6B 12B പെൻസിൽസ്, പിന്നെ ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് പേപ്പർ സ്റ്റമ്പും കുറച്ച് ടിഷ്യൂ പേപ്പറും. ഇനി നമുക്ക് ഔട്ട്ലൈൻ വേണമല്ലേ? ഏറ്റവും ഈസിയായി എങ്ങനെ ഔട്ട്ലൈൻ എടുക്കാമെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. ഷെയ്ഡ് ചെയ്യുന്നതിന് ചില സ്റ്റെപ്സ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മുടെ റെഫറൻസ് പിക്കില് കറക്റ്റ് ഷാഡോസും ഹൈലൈറ്റ്സും മിഡ് ടോണും എവിടെയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഷാഡോസ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഏരിയയും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഏരിയയും മിഡ് ടോൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള, അതായത് മീഡിയം ഡാർക്ക്നെസ് ഉള്ള ഏരിയാസുമാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അത് പോയി കണ്ടാൽ മതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഹൈലൈറ്റ് ഏരിയാസ്, അതായത് ലൈറ്റ് തട്ടുന്ന ഏരിയാസ് ഒന്നും ഷെയ്ഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, മിഡ് ടോണും ഷാഡോസും ഉള്ള ഏരിയാസിൽ, അതായത് ഡാർക്കും മീഡിയം ഡാർക്ക്നെസ്സും ഉള്ള ഏരിയാസിൽ ഒരു HB പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഫോർത്ത് സ്റ്റെപ്പ്, ഷാഡോസ് ഉള്ള ഏരിയാസിൽ, അതായത് ഡാർക്ക് ഏരിയാസിൽ 6B പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ ആദ്യം ഫേസ് മുഴുവനും, പിന്നെ കഴുത്തും, പിന്നെ ചെവിയും, പിന്നെ ഹെയറും, അവസാനം കയ്യുമാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഓരോ ഭാഗങ്ങൾ വരയ്ക്കുമ്പോഴും ഈ 4 സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി ഏറ്റവും അവസാനം 12B പെൻസിൽ കൊണ്ട് ഏറ്റവും ഡാർക്കസ്റ്റ് പാർട്സും കൂടി ഡാർക്കാക്കി കൊടുത്താൽ കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്കിനി ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ്, HB പെൻസിൽ കൊണ്ട് തന്നെ റെഫറൻസ് പിക്കിൽ ഷാഡോസും മിഡ് ടോൺസും ഉള്ള ഏരിയാസിൽ പതുക്കെ ലൈറ്റ് പ്രഷറിൽ മെല്ലെ മെല്ലെ പെൻസിൽ ചെരിച്ചു പിടിച്ച് ഷെയ്ഡ് ചെയ്യാം. പെൻസിൽ ചെരിച്ചു പിടിക്കുമ്പോൾ പെൻസിൽ സ്ട്രോക്സ് കുറവായിരിക്കും. ഇനി അത് കഴിഞ്ഞ് ഒരു നീറ്റ് ബ്രഷ് എടുത്ത് നമുക്ക് പതുക്കെ അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കൂടുതൽ ഡാർക്കുള്ള ഭാഗങ്ങൾ പേപ്പർ സ്റ്റെമ്പ് കൊണ്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി പേപ്പർ സ്റ്റെമ്പിൽ പറ്റി പിടിച്ച കളർ ഉള്ളത് കൊണ്ട് ഒന്നുകൂടി ഡാർക്ക് ആവുന്നുണ്ട്. പുതിയ പേപ്പർ സ്റ്റെമ്പ് ആണെങ്കിൽ ഇത്രയും ഡാർക്ക് ആവില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, 6B പെൻസിൽ ഒന്ന് ഷാർപ്പൻ ചെയ്തെടുത്ത് റെഫറൻസിലെ ഏറ്റവും ഡാർക്കായ പാർട്ടുകളിൽ ഷെയ്ഡ് ചെയ്യാം. കണ്ണിലെ കൃഷ്ണമണികൾ, കൺപോളയുടെ വരകൾ, കണ്ണിന് താഴെയുള്ള ലൈൻസ്, ഐബ്രോസ്, ഇതൊക്കെ ഓരോ ഭാഗത്തിൻ്റെയും ഡാർക്ക്നെസ് എത്രത്തോളം ഉണ്ടെന്ന് റെഫറൻസിൽ നോക്കി പ്രഷർ കൂട്ടിയും കുറച്ചും ഷെയ്ഡ് ചെയ്യാം. പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ സ്റ്റെമ്പ് കൊണ്ടും ഷെയ്ഡ് ചെയ്യാം. സോ ഒരു റിയൽ ലുക്കൊക്കെ കിട്ടും. അപ്പോൾ ഇനി രണ്ടാമത്തെ കണ്ണ് വരയ്ക്കുമ്പോഴും ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി മൂക്കിൻ്റെ സൈഡിലെ ഷാഡോസ് അത്ര പ്രഷർ കൊടുക്കാതെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. മൂക്കിൻ്റെ അടിയിൽ നോസ് ഹോൾസിന് കൂടുതൽ ഡാർക്ക് ഉള്ളതായിട്ട് കാണാം, അവിടെ കൂടുതൽ പ്രഷർ കൊടുത്ത് ഷെയ്ഡ് ചെയ്യണം. ഇനി ചിരിക്കുമ്പോൾ മുഖത്ത് സൈഡിൽ വരുന്ന ആ ലൈൻസ്, അതുപോലെ ചുണ്ടുകളുടെ സൈഡിൽ വരുന്ന ലൈൻസും ഒരു മീഡിയം പ്രഷർ കൊടുത്ത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഷാർപ്പ് ലൈൻസ് വേണ്ട സ്ഥലങ്ങളിൽ മാത്രം പെൻസിൽ നേരെ പിടിച്ച് വരയ്ക്കുക. അല്ലാത്ത സ്ഥലത്തൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെരിച്ചു കൊടുക്കാം. ഇനി HB പെൻസിൽ കൊണ്ട് ഹൈലൈറ്റ്സ് ഒഴിവാക്കി ചുണ്ടിൻ്റെ ഫസ്റ്റ് ലെയർ ഷെയ്ഡ് ചെയ്യാം. ശേഷം 6B പെൻസിലെടുത്ത് കൂടുതൽ പ്രഷർ കൊടുത്ത് വായിൻ്റെ ഉൾഭാഗത്തുള്ള ഡാർക്ക് കളേഴ്സും ഷെയ്ഡ് ചെയ്യാം. മേൽചുണ്ടിൻ്റെ താഴ്ഭാഗവും മീഡിയം പ്രഷറിൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ദെൻ പല്ലുകളുടെ അടിഭാഗവും ഡാർക്ക് ആക്കുക. ഇനി മോണ ലൈറ്റ്ലി ഷെയ്ഡ് ചെയ്യാം. പല്ലുകളുടെ ഇടയിലുള്ള വരകൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യമാണെങ്കിൽ മാത്രം സൈഡിലുള്ള പല്ലുകളിൽ അത് വരച്ചു കൊടുക്കാം. ഇനി പല്ലിനോട് ചേർന്ന് നിൽക്കുന്ന മോണയുടെ ഭാഗം മാത്രം പേപ്പർ സ്റ്റെമ്പ് കൊണ്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലുള്ള പല്ലുകൾക്കും ചെറുതായിട്ടൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കീഴ്ചുണ്ടിലും ഷെയ്ഡ്സ് വരുന്ന ഭാഗങ്ങൾ പ്രഷറില്ലാതെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ചുണ്ടുകളുടെ കോർണറുകളിലും ഇതുപോലെ ഷെയ്ഡ് ചെയ്യാം. ഇനി ഫേസിൻ്റെ ബൗണ്ടറി ഷാർപ്പ് ചെയ്ത് 6B പെൻസിൽ കൊണ്ട് വരച്ച് കഴുത്തിൻ്റെ ഡാർക്ക്നെസ് കൂടിയ ഭാഗങ്ങൾ കൂടുതൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. മുഖത്തിൻ്റെ തൊട്ട് താഴെയും ഡ്രസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗവും കൂടുതൽ ഡാർക്കായിരിക്കും കഴുത്തിൽ. ഇനി ചെവിയും HB കൊണ്ട് ആദ്യം മിഡ് ടോൺ ഷെയ്ഡ് ചെയ്ത് 6B കൊണ്ട് ഡാർക്ക് ഭാഗങ്ങളും ഷെയ്ഡ് ചെയ്യാം. കമ്മലിൻ്റെ ഷാഡോസും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇനി നെറ്റിയുടെയും മുടിയുടെയും ബൗണ്ടറി ഹെയേഴ്സ് ആയിട്ട് തന്നെ വരക്കണേ. ഇത് 6B കൊണ്ട് തന്നെ പ്രഷർ കൊടുക്കാതെയാണ് വരക്കുന്നത്.
അത് കഴിഞ്ഞ് മുടി സൈഡിലേക്ക് കിടക്കുന്നതിൻ്റെ അടുത്തും ഒരു ഷാഡോ ഉണ്ടാകും. അതും 6B വെച്ചും പേപ്പർ സ്റ്റെമ്പ് വെച്ചും ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹെയറിൻ്റെ ഫസ്റ്റ് ലെയർ 6B വെച്ച് ഷെയ്ഡ് ചെയ്ത് ടിഷ്യൂ പേപ്പർ കൊണ്ട് ബ്ലെൻഡ് ചെയ്യാം. ഇനി റെഫറൻസിൽ ഡാർക്കായി കാണുന്ന ഭാഗങ്ങൾ കൂടുതൽ പ്രഷർ കൊടുത്ത് ലൈനായി വരച്ചു കൊടുക്കാം. ലോങ് ഹെയർ വരുമ്പോൾ കൈയെടുക്കാതെ സിംഗിൾ ലൈനായിട്ട് തന്നെ വരക്കണേ. അറ്റത്തേക്ക് എത്തുമ്പോൾ കനം കുറയുന്ന രീതിയിലും ആവണം. ഇനി നമുക്ക് HB കൊണ്ട് കയ്യിൽ മിഡ് ടോൺ ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാം. ശേഷം 6B കൊണ്ട് ഡാർക്ക് ഭാഗങ്ങളും വരച്ചു കൊടുക്കാം. ഇനി മുടിയുടെ ബൗണ്ടറി ലൈൻസും ഞാൻ വരക്കുന്നുണ്ട്. ശേഷം 12B പെൻസിലെടുത്ത് ഷാർപ്പൻ ചെയ്ത് അതുകൊണ്ട് കൂടുതൽ ഡാർക്കായി തോന്നുന്ന ഭാഗങ്ങൾ, എക്സാമ്പിൾ പൊട്ട്, അതുപോലെ ഐബ്രോസിൻ്റെ ചില ഭാഗങ്ങൾ, കണ്ണിൻ്റെ പീലികൾ, കൃഷ്ണമണിയുടെ ചില ഭാഗങ്ങൾ, നോസ് ഹോൾസ്, വായ്ക്കുള്ളിലെ ഡാർക്ക് ഭാഗങ്ങൾ ഒക്കെ നമുക്ക് കൂടുതൽ ഡാർക്കാക്കിയാൽ കാണാനൊന്നുകൂടി ഭംഗിയാവും. ഇനി മുടിയിലെയും ഡാർക്കസ്റ്റ് പോർഷൻസ് 12B കൊണ്ട് തന്നെ ലൈനായി വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈസി അല്ലേ? കുറച്ച് പേഷ്യൻസ് വേണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു നല്ല ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ട്യൂട്ടോറിയൽസ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.